السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. നല്ലൊരു പ്രസംഗത്തിന് ശേഷം നമ്മൾ ഇസ്ലാമിക ലോകത്തുള്ള മറ്റൊരു താരത്തിൻ്റെ ആധുനിക മുഫസ്സിറുകളിൽ നിന്ന് പ്രഗത്ഭനായ മറ്റൊരു പണ്ഡിതൻ്റെ ചെറിയ ഒരു ചരിത്രത്തിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തഫ്സീറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആമുഖങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അത്താഹിർ ഇബ്നു ആഷൂർ അൽ ഹസനി, അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു പ്രഗത്ഭ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് താഹിർ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ വംശം സ്പെയിനിൽ ആണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുൻകാലങ്ങളിൽ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ കൂടെ ഉള്ളായിരിക്കുന്ന വല്യാപ്പന്മാരെല്ലാം സ്പെയിനിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് സ്പെയിനിൽ നിന്ന് മുസ്ലിമീങ്ങളെ ആട്ടിയോടിക്കുന്ന മഹാക്കിമു തഫ്തീഷ് എന്ന് പറയുന്ന അവരെ ഒക്കെ പീഡിപ്പിക്കുന്ന കുറേ കോടതികളൊക്കെ രൂപപ്പെട്ടതോടുകൂടെ മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ച് പലരും പല ഭാഗത്തേക്ക് പോയ കൂട്ടത്തിൽ മഹാനായ ഷെയ്ഖ് താഹിർ ഇബ്നു ആഷൂറിൻ്റെ പൂർവിക പിതാക്കന്മാർ തൂനിസിലേക്കാണ് അവർ മാറി താമസിച്ചത്. പണ്ഡിത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് സ്വന്തം പിതാവ് വലിയൊരു പണ്ഡിതനല്ലായിരുന്നെങ്കിലും തൻ്റെ കുടുംബം ഒരു പണ്ഡിത കുടുംബമായിരുന്നു. ആ പാണ്ഡിത്യത്തിൻ്റെ മികവ് നമ്മൾ മഹാനവറുകളിലൂടെ ദർശിക്കുകയാണ്. മുപ്പത്തൊമ്പത് വർഷം കൊണ്ടാണ് മഹാനായ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ എഴുതി തീർത്തത്. 40 വർഷത്തിൻ്റെ ചുവടെ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. ഒരു തഫ്സീർ എന്ന് പറയുന്നതിന് അതിൻ്റെ രചനയ്ക്ക് വേണ്ട ആലാത്തുകൾ, അതിന് വേണ്ട അറിവുകൾ നേടിയെടുക്കാൻ തന്നെ നല്ലൊരു സമയം നമുക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. അങ്ങനെ 39 വർഷത്തിനുള്ളിൽ എഴുതി തീർത്ത ഈ ഗ്രന്ഥത്തിന് സ്വാഭാവികമായും നാം ചിന്തിക്കും, 39 വർഷം കൊണ്ടുള്ള എഴുത്താകുമ്പോൾ പല മാറ്റങ്ങളിലും ചിന്തകളിലും അതുപോലെ എഴുത്തുകളിലും എല്ലാത്തിലും മാറ്റം ഉണ്ടായേക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും തൻ്റെ തഫ്സീറാകുന്ന അത്തഹരീർ വ തൻവീർ എന്ന് പറയുന്ന ഷോർട്ടിൽ അറിയപ്പെടുന്ന ആ തഫ്സീറിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിലാണ് തഫ്സീർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു മികവാണ്. പല കിതാബുകളും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തിലൊക്കെ വളരെയധികം വിശാലമായ രീതിയിൽ അതിനെ വിശദീകരിക്കുന്നത് കാണാം. പക്ഷേ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ മഹാനായ ഇബ്നു ആഷൂർ തങ്ങളുടെ തഫ്സീർ തഹരീർ വ തൻവീർ ആദ്യം നോക്കുന്നവരും അവസാനം നോക്കുന്നവരൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഘടന കാണാൻ കഴിയുക. അതിൻ്റെ തുടക്കത്തിൽ ഒരു 10 മുഖദ്ദിമാത്തുകളുണ്ട്, ആമുഖങ്ങൾ. അത് പറയപ്പെടുന്നുണ്ട് 10 വർഷം കൊണ്ടാണ് ആ 10 മുഖദ്ദിമ എഴുതി തീർത്തത് എന്നുള്ളതാണ്. അതിൽ 10ാമത്തെ മുഖദ്ദിമയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ അതിൻ്റെ ഇസ്തിലാഹാത്തുകളും കാര്യങ്ങളുമൊക്കെ, പിന്നെ തഫ്സീറും തഅ്വീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പോന്ന് ഹദ്ദുൽ ഇജാസ്, അവസാനമായിട്ട് ഇജാസുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്
മഹാനവറുകൾ ആ മുഖദ്ദിമ അവസാനിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ സ്വന്തം ഇരുന്ന് നോക്കി മനസ്സിലാക്കേണ്ട. അദ്ദേഹം ഓരോ വർഷം ഏകദേശം ഓരോ വർഷം ഓരോ മുഖദ്ദിമക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ആഴത്തിലുള്ള കാര്യങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മഹാനായ ജാറുല്ലാഹി സമഖ്ശരിക്ക് ശേഷം ഇൽമുൽ ബലാഗയിൽ ബലാഗക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വിരചിതമായിരിക്കുന്ന ഒരു തഫ്സീർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കത് തഫ്സീർ തഹരീർ വ തൻവീർ ആണെന്ന് പറയാൻ കഴിയും. മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മുഫസ്സിറിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് മുൻകാലത്തുള്ള തഫ്സീറുകളെ അനുധാവനം ചെയ്യുന്നതിലല്ല, അതൊരു ദ്വിഭാഷി എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ കണക്കിലെടുക്കാം. ഒരു തഫ്സീർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ പരിശുദ്ധ ഖുർആൻ്റെ ഇജാസ് എന്ന് പറയുന്നത് അതിൻ്റെ ബലാഗയിലാണ് നിലകൊള്ളുന്നത്, അതിൻ്റെ അലങ്കാര തികവിലാണ്, അതിൻ്റെ സാഹിത്യത്തിലാണ് പരിശുദ്ധ ഖുർആൻ്റെ ഇജാസ്. ആ ഇജാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തഫ്സീറുകൾക്കാണ്, അതാണ് യഥാർത്ഥ തഫ്സീർ എന്ന് പറയുന്നത്. പല തഫ്സീറുകളും നമുക്ക് കാണാം, പല കാര്യങ്ങളിലും ഊന്നി നിന്നുകൊണ്ടുള്ള തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെഹ്വിനിക്ക് പ്രാധാന്യം കൊടുക്കുന്ന തഫ്സീറുകളുണ്ട്, അതുപോലെ അഹ്കാമു ഷറയ്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഹ്കാമുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ മറ്റുള്ള നെഹ്വ് സർഫ് തുടങ്ങിയതായിരിക്കുന്ന പല വിഷയങ്ങളിലും ഊന്നി നിന്നുകൊണ്ടുള്ള തഫ്സീർ, ഇഷാരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള തഫ്സീറുകൾ, ഇനി പല രീതിയിലുള്ള തഫ്സീർ ഉണ്ടെങ്കിലും ഊന്നൽ നൽകേണ്ടത് അതിൻ്റെ ബലാഗത്തിനാണ് എന്ന് അതിൻ്റെ മുഖവുരയിൽ മഹാനവറുകൾ അടിവരയിടുകയാണ്. ആ ബലാഗത്തുമായി ബന്ധപ്പെട്ട ഇതിന് അദ്ദേഹം അവലംബിച്ച ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങൾ ഒക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ നിരവധി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പലരും വിട്ടുപോയതായിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഈ തഫ്സീറിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഹസ്ബ ഇസ്തിഅദാദിൽ മുതാലി എന്ന് പറയുന്നത്, അത് നോക്കുന്ന ആളുടെ ഇസ്തിഅദാദ് അനുസരിച്ചുകൊണ്ട് അവർക്കതിൽ നിന്ന് മനസ്സിലാകും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം യോഗ്യത നമുക്കുണ്ട്, ആ യോഗ്യതക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് മണിമുത്തുകൾ നമുക്ക് വാരിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും തഫ്സീർ സമഖ്ശരി അദ്ദേഹം അവലംബമാക്കിയിട്ടുണ്ട്. പിന്നീട് തഫ്സീർ റാസി, അതുപോലെ തഫ്സീർ ബൈലാവി, തഫ്സീർ അബു സഊദ് തുടങ്ങിയ. അദ്ദേഹം ജനിക്കുന്നത് 14-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് 1879 ക്രിസ്താബ്ദം 1879 അദ്ദേഹം ജനിക്കുന്നതെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്നത് 1973. അപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ ഒരു 5 വയസ്സായ സമയത്ത് അദ്ദേഹം വഫാത്തായിട്ടുണ്ട്. ഏകദേശം 95 വയസ്സോളം അദ്ദേഹം ജീവിച്ചു. ടുണീഷ്യയിലെ ഏറ്റവും വലിയ ഷെയ്ഖുൽ മാലിക്കിയ എന്ന് പറയുന്ന, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന, സാധാരണഗതിയിൽ ഉസ്മാനിയ ഖിലാഫത്തിലൊക്കെ ഹനഫികളാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ള പദവി അലങ്കരിക്കാറുള്ളതെങ്കിൽ ടുണീഷ്യയിൽ അദ്ദേഹം മാലിക്കി മദ്ഹബിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹത്തെ അന്നത്തെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. മാലിക്കി മദ്ഹബ് അഖീദയിൽ അദ്ദേഹം അശ്അരിയാണ്. അദ്ദേഹം സുലൂക്കിൽ ഷാദുലി തരീഖത്തിൻ്റെ ആളായിരുന്നു. മാലിക്കി മദ്ഹബാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ചു നിന്നിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട 2-3 കിതാബുകളിലാണ്. ഒന്നിത് തന്നെയാണ് തഫ്സീർ തഹരീർ വ തൻവീർ. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മഖാസിദ് ശരിയ എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന മറ്റൊരു, വെറുമൊരു മുഫസ്സിർ മാത്രമല്ല, അദ്ദേഹം ഒരു ഉസൂലിയായിരുന്നു, ഫഖീഹായിരുന്നു. അദ്ദേഹം അവിടുത്തെ മുഫ്തിയാണ്, ടുണീഷ്യയിലെ മുഫ്തിയാണ്, ഏറ്റവും വലിയ മുഫ്തിയാണ്. മാലിക്കി മദ്ഹബിൽ ഫത്വ കൊടുത്തിരുന്നു. അന്ന് അവിടുത്തെ പ്രസിഡൻ്റാണെന്നൊന്ന്
ബൂ റഖീബ എന്ന് പറയുന്ന അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഒരു പ്രസിഡന്റ് ഫ്രാൻസിൻ്റെ അധിനിവേശം കടന്ന് വന്ന ഒരു സമയമായിരുന്നു ടുണീഷ്യയിലൊക്കെ. അപ്പോൾ ഈ അധിനിവേശം കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമായതുകൊണ്ട് അനുകൂലമായതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ടതുമായ പല കാര്യങ്ങളുണ്ട്. അന്നത്തെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ വിഷയങ്ങളിലൊക്കെ എല്ലാം പോരായ്മകളുണ്ട് എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം, ഒരു പരിഷ്കരണം വേണമെന്ന് പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ രാജാവ് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കേണ്ടതില്ല മുസ്ലിമീങ്ങൾ, കാരണം നമ്മുടെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അന്നത്തെ ആ അധിനിവേശ ശക്തികളിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. മുസ്ലിമുകളുടെ പ്രൊഡക്ഷൻ ഇൻതാജ് കുറഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കതിന് വീക്ഷണമുണ്ട്. അത് നമ്മുടെ മുഫ്തി ഇബ്നു ആഷൂർ ആ സംഗതി നിങ്ങളോട് ഉണർത്തുമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ ആളുകളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സദഖല്ലാഹുൽ അലീം വകദബ ബൂ റഖീബ. അള്ളാഹു നിങ്ങളോട് നോൽബ് വെൽക്കാനാണ് പറഞ്ഞത്. അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ബൂ റഖീബ പറഞ്ഞത് കളവാണ്, നിങ്ങൾ അംഗീകരിക്കരുതെന്ന് തുറന്നടിക്കുകയാണ് ചെയ്തത്. ഭരണാധികാരിയാണെന്നുള്ള പിന്നെ അതോടുകൂടെ ഗവൺമെൻറ് പിൻവലിഞ്ഞു. അപ്പോൾ ധീരമായി കൊണ്ട് തന്നെ ദീനിൻ്റെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അതുപോലെ ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ ഖുത്ബ ഓതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ചരിത്രം നോക്കിയാൽ കഴിയും. അദ്ദേഹം വെള്ളിയാഴ്ച ഖുത്ബ ഓതുമ്പോൾ ചോദിച്ചു, നിങ്ങളിന്ന് എത്ര ആളുകളുടെ ഭാര്യമാർ അങ്ങാടികളിലുണ്ട്? നിങ്ങൾ എത്ര ഭാര്യമാർ ഇങ്ങനെ അങ്ങാടികളിൽ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ, നിങ്ങളുടെ ഭാര്യമാർ അങ്ങാടിയിലിരിക്കാൻ നിങ്ങളോട് സംസാരിക്കുന്ന യാതൊരു ഖൈറും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഖുത്ബ അതോടെ അവസാനിപ്പിച്ച് അഖിമിസ് സലാത്ത് എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ ഖുത്ബ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, അനവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വളരെയധികം കഴിവുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമുക്ക് നോക്കാം, അദ്ദേഹത്തിൻ്റെ ആ മുഖദ്ദിമകൾ തന്നെ വളരെ ഒരു സൂചന മാത്രമാണ് ഞാൻ നൽകുന്നത്, നിങ്ങൾക്ക് അത് നോക്കാനുള്ള താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ട് മുൻഗാമികൾക്ക് നൽകപ്പെട്ട ഇജാസ് അല്ല പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്. അതിൻ്റെ ഇജാസ് എന്ന് പറയുന്നത് അതിൻ്റെ ബലാഗയിലാണ്. ബലാഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൽമുൽ മാനി ഉണ്ട്, ഇൽമുൽ ബയാനുണ്ട്, ഇൽമുൽ ബദി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അൽ കലാമുൽ മുനാസിബു ബിത്തരീഖത്തിൽ മുനാസിബ ഫിൽ വക്തിൽ മുനാസിബി. അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിൽ അനുയോജ്യമായ സംസാരം, ഇതാണ് ബലാഗ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ നിർവചനത്തിലേക്കൊന്നും നമ്മൾ കടക്കണ്ട. അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിൽ അനുയോജ്യമായ സംസാരം, ഇതാണ് ബലാഗ. മുഖത്തദൽ ഹാലിനെ കുറിച്ച് പറയുന്നുണ്ട്. മുഖത്തദൽ ഹാല് ഇബ്നുൽ മാനി എന്ന് പറഞ്ഞാണല്ലോ, മുതാബഖത്തുൽ കലാമിൽ മുഖത്തദൽ ഹാലി. സാമീൻ്റെ ശ്രോതാക്കളുടെ അവസ്ഥക്കനുസരിച്ച് അവന് ചിന്തിക്കുമ്പോൾ അവൻ്റെ അവസ്ഥക്കും അനുസരിച്ചുകൊണ്ട് കലാമിനെ കൊണ്ടുവരിക. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ബലീഗായതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും അത് ബലീഗാവ്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായിക്കരിക്കുന്ന ജനങ്ങളുടെ മുഖത്തദൽ ഹാലിനോട് യോജിച്ച കലാമായിരിക്കണം. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ നമുക്ക് തഖ്ലീദ് ചെയ്താൽ മാത്രം പോരാ. തഖ്ലീദ് ചെയ്തായിട്ട് ഓരോരോ കാലഘട്ടത്തിൽ മുഫസ്സിറുകൾ, ഇപ്പോൾ തഫ്സീർ റാസിയൊക്കെ പറയുന്നുണ്ട്, ഒരു തഫ്സീറിനെ മതിയല്ലേ, തഫ്സീർ ബിൽ മഅ്സൂർ മതിയെങ്കിൽ നമുക്ക് വേറെ ഒരു തഫ്സീറിന് ആവശ്യമില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തിലും അന്നത്തെ ആളുകളോട് മുഖത്തദൽ ഹാലിനോട് യോജിക്കുന്ന രീതിയിലുള്ള കലാമായിരിക്കണം ഖുർആൻ പറയേണ്ടത്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്.
അതുകൊണ്ട് തന്നെ മുൻകാലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ പിന്നീട് വന്ന എത്രയോ കാലഘട്ടങ്ങളിലൊന്നും ജനങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത യുക്തിപരമായതും ശാസ്ത്രീയപരമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അടിവരയിടുകയാണ്. അന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്ത പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുന്ന അദ്ദേഹം അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇജാസുൽ ഇൽമി എന്ന് പറയുന്ന ശാസ്ത്രീയമായ ഇജാസ് അദ്ദേഹം പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് ഖുർആൻ്റെ നേർക്ക് നേരെയുള്ള ഒരു തെളിവുള്ള ഇഷാറത്ത നിലക്ക് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ്റെ ഇജാസായിട്ട് അതിലേക്കുള്ളൊരു ഇഷാറത്തായിട്ട് നമുക്കതിനെ കാണാം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ഇജാസുകളുടെ ഇനങ്ങൾ, അതിൻ്റെ അമാനുഷികതയുടെ ഇനങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. കാരണം അത് സംസാരിക്കുന്നത് മനുഷ്യബുദ്ധിയോടാണ്. മനുഷ്യബുദ്ധിയോടായതുകൊണ്ട് തന്നെ അത് ഓരോ കാലഘട്ടത്തിലും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും മനുഷ്യൻ്റെ യുക്തിയിലൂടെയും എൻ്റെ ബുദ്ധിയിലൂടെയും കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇജാസിൻ്റെ ഇനങ്ങൾ, അതിൻ്റെ അമാനുഷികതയുടെ മാനങ്ങൾ, അതിൻ്റെ തലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും, ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായ കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ്റെ ലഫ്ലിയായ ലൊഗവിയായ അതിൻ്റെ ഇജാസ്, ബലാഗിയായ ഇജാസ് തന്നെയാണ് അതിൻ്റെ ഒരു ഇനമായിട്ടും വേണമെങ്കിൽ കൂട്ടാം. ബലാഗിയായ ഇജാസ്, അതിൻ്റെ ലഫ്ലിയായ ഇജാസ്, അത് ഫസീഹായിരിക്കുക എന്നുള്ളതാണ്, ഭാഷ ശുദ്ധി എന്നുള്ളതാണ് ഫസാഹത്തിൻ്റെ അർത്ഥം. ലഫ്ലിയായ ഇജാസ് കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ്റെ തെർത്തീബ്, ആ പരിശുദ്ധ ഖുർആൻ്റെ സൂറത്തുകളുടെ തെർത്തീബിൽ പോലും അമാനുഷികതയുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. സൂറത്തുകളുടെ ക്രമം, അൽ ബഖറ തുടങ്ങിയിട്ടുള്ള ഇവിടെ നിന്നിട്ട് 114 സൂറത്തിൻ്റെ ഉള്ള ആ ക്രമത്തിൽ പോലും അമാനുഷികത അടങ്ങിയിട്ടുണ്ട്. എന്നല്ല ആയത്തുകൾക്കിടയിലുള്ളതായ തെർത്തീബിൽ പോലും, ആയത്തുകൾക്കിടയിലുള്ള തെർത്തീബിൽ പോലും ഐജാസ് അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ആയത്തുകളുടെ തെർത്തീബിൽ ഉള്ള ഐജാസിനെ മാത്രം നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവിടെ ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മുസ്തറക്കായിരിക്കുന്ന ഒരു ലഫ്ള്, മുസ്തറക്കായ ലഫ്ള്, നാനാർത്ഥമുള്ള ഒരു ലഫ്ള്, ആ ഒരു ലഫ്ളിൻ്റെ എല്ലാ അർത്ഥങ്ങളിലും പരിശുദ്ധ ഖുർആനെ നമുക്ക് അർത്ഥം വെക്കാൻ കഴിയും. അതിൽ പരസ്പര വൈരുദ്ധ്യമില്ലാതെ തന്നെ നമുക്ക് അർത്ഥം വെക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുസ്തറക്കായ ലഫ്ള്, നാനാർത്ഥമുള്ള ലഫ്ളുകൾ. അതുപോലെ തന്നെ ഒരു ലഫ്ള് അത് മജാസായിട്ടും വരാം, അത് ഹക്കീക്കത്തായിട്ടും വരാം. എന്നാൽ രണ്ടിലും ഒരേ ഒരു പദത്തിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ ആലങ്കാരികാർത്ഥത്തിലും, അക്ഷരാർത്ഥത്തിലും ആലങ്കാരികാർത്ഥത്തിലും രണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, പരിശുദ്ധ ഖുർആനിൽ മൻസൂഖായിരിക്കുന്ന ആയത്തുകളുണ്ട്, ഹുക്കുമ് മൻസൂഖായതുമുണ്ട്, അതുപോലെ തിലാവത്ത് മൻസൂഖായതുണ്ട്, രണ്ടും മൻസൂഖായതുണ്ട്. എന്നാൽ ഹുക്കുമ് മൻസൂഖാവുകയും പാരായണം നസ്ഖ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഹുക്കുമ് മൻസൂഖായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ആയത്ത് എടുത്ത് കളയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അത്തരം ആയത്തുകൾ, അതിൻ്റെ 3 ആയത്തുകൾ അല്ലെങ്കിൽ അതിലെ 3 ആയത്തുകളുടെ ആ എണ്ണം അനുസരിച്ച് കൊണ്ട് അതിലും ഇജാസ് നിലകൊള്ളുന്നത് കൊണ്ടാണ് അതിൻ്റെ പാരായണം പോലും എടുത്തു കളയാത്തത് എന്ന് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഹുക്കുമ് മർഫു ആണെങ്കിലും തിലാവത്ത് ഇവിടെ നിലവിലുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് നിലനിർത്തിയെന്ന് ചോദിച്ചാൽ അതിൽ ഇജാസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു കാര്യത്തിൻ്റെ വിഷയങ്ങൾ ഒരു വിശദീകരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാകുന്ന ഒരു സമയമുണ്ടാകും. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഉള്ള അവസ്ഥക്കനുസരിച്ച് കൊണ്ട് ഓരോരുത്തർക്കും ഒരു രീതിയിൽ മനസ്സിലാവും. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞ ബഹുമാനപ്പെട്ട അല്ലാമ മുത്തവല്ലി ഷഹറാബി റഹ്മത്തുള്ളാഹി നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു തഫ്സീർ നോക്കൂ. വൈലൽ അർളി കൈഫ സുത്തിഹത്ത്, വൈലൽ അർളി കൈഫ സുത്തിഹത്ത് എന്ന് പറയുന്ന ആയത്ത്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാളുടെ മുഖ്തദൽ ഹാലിനോടും ഈ ആയത്ത് യോജിക്കണം.
അതേ അവസരത്തിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആയിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ബദവിക്കും ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാവേണ്ടതുണ്ട്. അത് വലിയ വൈരുദ്ധ്യം വരില്ലേ? അന്നത്തെ ആളുകൾ സാധാരണ മനസ്സിലാക്കാറുള്ളത് ഭൂമി പഠിക്കാത്തൊരു ആളാണെന്നുണ്ടെങ്കിൽ തന്നെ ഭൂമി പരത്തപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിനോടോ വീക്ഷണത്തിനോടോ അത് എതിരാകുന്നില്ല. അതേ അവസരത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയെ എങ്ങനെ മുസത്തഹാക്കിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ഭൂമി അതിൻ്റെ ആകൃതി വിശദീകരിക്കുകയല്ല, അത് നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാകത്തിലുള്ള രൂപത്തിൽ അതിനെ ഒരു വിരിപ്പാക്കി തന്നു എന്നുള്ള അതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ചില മുഫ്സിറുകളൊക്കെ ചില തഫ്സീറിലൊക്കെ പറയുന്നുണ്ട് വഫീ ദലീലുൻ അല അനൽ അർള മുസത്തഹുൻ. ചില തഫ്സീറിലൊക്കെ കാണാം, ഒരു 5-10 തഫ്സീറിൽ കാണാം. പക്ഷേ 100 ചില്ലാനം തഫ്സീറുകളിൽ 100 ചില്ലാനം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഭൂമി കുറയാണ് എന്നുള്ളതാണ്. തഫ്സീർ റാസിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ആ കാര്യം വളരെ ഊന്നി പറയുന്നുണ്ട്, ഭൂമി കുറയാണ് എന്നുള്ള കാര്യം. ഇത് ഈ ആയത്തെതിരല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കുറ വലുതായി കഴിഞ്ഞാൽ, ഒരു ഗോളം വലിയൊരു ഗോളമാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും അത് പരന്നതായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ എന്നാണ് എല്ലാ മുഫസ്സിറുകളും. ഭൂമി കുറയാണ് എന്ന് പറഞ്ഞ എല്ലാ മുഫസ്സിറുകളും ഈ ഒരു കാര്യം അവിടെ ഊന്നി പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിയും. അപ്പോൾ 7-ാം നൂറ്റാണ്ടിലുള്ളായിരിക്കുന്ന ഒരു ബദവിക്കും 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ആയത്ത് മനസ്സിലാക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. ബഹുമാനപ്പെട്ട മുത്തവല്ലി ഷാറാബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിരിക്കുന്നത് എങ്ങനെ അറിയോ? ഈ ആയത്ത് കൊണ്ട് മാത്രം ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈലർദി കൈഫ സ്വത്തിഹത്ത് എന്നുള്ള ആയത്ത് കൊണ്ട് ഭൂമി കുറയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായി? അപ്പോൾ ഈ ഒരു ആയത്ത് വൈരുദ്ധ്യമാകുന്നില്ല. അന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആധുനിക ഗോളശാസ്ത്രം ഇത്രയധികം വികസിച്ച ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ആയത്ത് ഒരു വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ അസത്യം ഇത് മുന്നോട്ട് വെക്കുന്നു എന്ന് തോന്നുകയില്ല. കാരണം മഹാനവറുകൾ പറയുന്നു, മുത്തവല്ലി ഷാറാബി റഹ്മത്തുള്ളാഹി പറയാണ്, ഒരു ഭൂമിയിൽ നിന്ന് എവിടെ നോക്കിയാലും അത് പരന്നതാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കണം? ഉരുണ്ടതായിരിക്കണം. ഭൂമി എവിടെ പോയാലും അത് പരന്നതായിട്ട് തോന്നണമെങ്കിൽ അത് ഉരുണ്ടതായിരിക്കണം. അപ്പോൾ എന്താ തെളിവുള്ളത്? ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് തെളിവാണ് ഈ ആയത്ത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ മുഖ്തദൽ ഹാല്. ആർക്കതിങ്ങനെ ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ? അതിൻ്റെ സൂചന ഇതിലുണ്ട്, റാസിമാമക്ക് പറഞ്ഞതിലുണ്ട്. ലിയന്നൽ കുറത്ത ഇതാ അതുമത്ത്, ഒരു കുറ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും എന്താണെന്ന് തോന്നും, അത് പരന്നതാണെന്ന് തോന്നുന്നു പറഞ്ഞത് തന്നെയാണ് ഇതുള്ളത്. അത് പക്ഷെ ഒന്നുകൂടി വ്യക്തമായിട്ട് അവതരിപ്പിച്ചു അല്ലാമ ഷാറാബി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും ഖുർആൻ്റെ മുഖ്തദൽ ഹാലിനനുസരിച്ച് ഖുർആൻ അവരോട് സംവദിക്കുന്നുണ്ട്. കവറുൽ ലൈല അലൻ നഹാരി വൈക്കവറുൻ നഹാർ അലൽ ലൈലി. ഒരു പഴയ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി ഈ ആയത്ത് മനസ്സിലാക്കൽ എങ്ങനെയാണ്? പകലിനെ രാത്രിയോട് നീന്നുണ്ട് തുറത്തി പോകുന്നുണ്ട്, അല്ലെ ചുറ്റുന്നുണ്ട്. പകല് രാത്രിയെ ചുറ്റുന്നുണ്ട്. മുക്കവർ എന്ന് പറഞ്ഞാൽ, തെക്വീർ എന്ന് പറഞ്ഞാൽ ഒരു ഉരുണ്ട സാധനത്തിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒരു ശീല എടുത്ത് ചുറ്റുന്നതിനാണ് തെക്വീർ എന്ന് പറയാം. അപ്പോൾ ഒരു തലപ്പാവ് നമ്മൾ തലയിൽ കെട്ടിയാലും തെക്വീർ എന്ന് പറയും. ഒരു ഉരുണ്ട തലയുടെ മേൽ കെട്ടുന്നതാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നതാണ് ഈ ഭൂമി ഈ രാവും പകലും എന്ത് ചെയ്യുന്നുണ്ട്? തുടർച്ചയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് മനസ്സിലാക്കാമെങ്കിൽ ഇന്നത്തെ ഒരു 21-ാം നൂറ്റാണ്ടിലുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് തെളിവാണത് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ രാവ് പകലിനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അതൊരു ഉരുണ്ട വസ്തുവിനായിരിക്കണം അത് കറങ്ങുന്നത് എന്നുള്ളത്. ഈ രീതിയിൽ പല നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഖുർആൻ്റെ ബലാഗ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നമാണ് ടൈറ്റാനിക് പേടകം സമുദ്രത്തിലേക്ക് പോയി. ടൈറ്റാനിക് കപ്പലല്ല, ടൈറ്റാനിക് കപ്പലിനെ അന്വേഷിച്ചുകൊണ്ട് ടൈറ്റാനിക് പേടകത്തിൽ 4-5 ആൾ അതിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തിയിരുന്നു സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക്. ആ സമയത്ത് അവരുടെ ഭൂമിക്ക് ഒരു ബഹിരാകാശത്തേക്ക് പോകുന്ന അത്ര തന്നെ അതിനേക്കാൾ 4 ഇരട്ടി പ്രയാസമാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുക. കാരണം സമ്മർദ്ദം അതിൻ്റെ ലഗത്ത് വളരെയധികം കൂടുതലാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക്.
വളരെ കൂടുതലൊന്നും അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കുറച്ചങ്ങ് പോയപ്പോഴേക്കും അവർക്ക് അപകടം സംഭവിക്കുകയും അവരെ 4-5 പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ നമുക്ക് അവരെക്കുറിച്ചുള്ള വിവരണം നഷ്ടപ്പെടുകയും ചെയ്തു. അവർ നശിച്ചുപോയി, അവർ മരണപ്പെട്ടു പോയി, ഈ പേടകം നശിച്ചുപോയി. അപ്പോൾ അത് സംബന്ധിച്ചുകൊണ്ട് അന്നത്തെ ഒരു സമുദ്ര വിദഗ്ധനായ ഒരാൾ, ടിം മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അന്നത്തെ NBC ന്യൂസിനോട് പറഞ്ഞ ഒരു വാർത്തയുണ്ട്. അതെന്താണ്? സമുദ്രത്തിൽ ശക്തമായ കൂരിരുട്ടാണ്. അദ്ദേഹം പറഞ്ഞതാണ്, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കൂരിരുട്ടാണ്, രക്തമുറയുന്ന തണുപ്പും, മുഖത്തിന് നേരെ നിങ്ങൾ കൈ ഉയർത്തിയാൽ പോലും കാണില്ല. മുഖത്തിന് നേരെ നിങ്ങൾ കൈ ഉയർത്തിയാൽ പോലും കാണില്ല എന്ന് പറയുന്നത്, അത് ഖുർആൻ വായിച്ച ഒരു ഖുർആൻ വിശ്വാസിയുടെ വാക്കല്ല. മുഖത്തിന് നേരെ കൈ ഉയർത്തിയാൽ കാണില്ല എന്ന് പറയുന്നത്, സമുദ്രത്തിലേക്ക് ആയിലേക്ക് ഇറങ്ങിച്ചെന്ന് മുങ്ങിക്കപ്പലുകളും സാറ്റലൈറ്റുകളൊക്കെ വികസിച്ച് മനസ്സിലാക്കി നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ പറയുന്ന വാക്കാണ്. അതിലെ ഇരുട്ടിനെ വർണ്ണിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു പദം ഇല്ല. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഇരുട്ടിനെ വർണ്ണിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഉപമ പറയാനില്ല. നിങ്ങളുടെ കൈ നിങ്ങളുടെ മുഖത്തേക്ക് നീട്ടിയാൽ പോലും കാണില്ല എന്ന്. ഞാൻ നോക്കൂ, ഇതേ വാചകം എവിടെ ഉള്ളത്? പരിശുദ്ധ ഖുർആനിൽ. ആ ആയത്ത് നിങ്ങൾക്കെല്ലാം അറിവുണ്ടായിരിക്കും. വല്ലദീന കഫറു അഅമാലുഹും കസറബ് ഔ കദുലുമാതി ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാത്തുൻ ബഅദുഹാ ഫൗഖ ബഅദിൻ ഇദാ അഖ്റജ യദഹു ലം യകദി യറഹ. അവൻ്റെ, അതായത് ഇരുളുടെ മേൽ ഇരുളായിട്ട് ആദ്യം സമുദ്രം വീഴ്ത്തിയതായിരിക്കുന്ന, നല്ല പകൽ സമയത്ത് സമുദ്രം മേഘമുണ്ടാകുമ്പോൾ ആ മേഘം വീഴ്ത്തിയ ഇരുളാണ് സമുദ്രത്തിലുണ്ടാകുന്നത്. ഒരു 56% അല്ലെ 51% വെളിച്ചവും മേഘം വലിച്ചു കളയും. ബാക്കിയുള്ളത് മാത്രമേ താഴോട്ടിറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരമാല വരുന്നു. ആ തിരമാല വന്നു കഴിഞ്ഞാൽ യഗ്ശാഹു മൗജുൻ, അവിടെ തിരമാല വരുമ്പോൾ ഇരുട്ട് അവിടെ സ്വാഭാവികമായിട്ടും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുണ്ടാവും. എന്നിട്ട് പറയുന്നു യഗ്ശാഹു മൗജും മിൻ ഫൗഖി മൗജും, അതിൻ്റെ അടിയിലും വേറെ തിരമാലകളുണ്ട്. ഇങ്ങനെ ഇരുട്ടുകൾക്ക് മേൽ ഇരുളായിട്ടുള്ള ഒരു അവസ്ഥയെ അവിടെ അള്ളാഹു വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഇദാ അഖ്റജ യദഹു ലം യകദി യറഹ, അവൻ്റെ കൈ പുറത്ത് എടുത്താൽ പോലും കൈ കാണില്ല എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ ഉപമ, അതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കൈമുതലാക്കി ആയിരിക്കുന്ന ഒരു യൂറോപ്യനും പറയാനുള്ളതെങ്കിൽ അത് ഖുർആൻ്റെ ഈജാസ് അല്ലേ? തീർച്ചയായിട്ടും ഖുർആൻ്റെ ഈജാസാണ്. മാത്രമല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവിടെ അടിച്ചിറക്കുന്ന ഒരു ബുക്കുണ്ട്, ലൂക്ക എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്കിൽ പറയുന്നൊരു കാര്യം കൂടി ഇവിടെ പറയാം. അവർ പറയാണ്, സമുദ്രത്തിൻ്റെ അടിക്കൂടെ അതിൽ കടലിൻ്റെ ശരാശരി ആഴം ഏതാണ്ട് 3600 മീറ്റർ വരും. ഏറ്റവും ആഴമുള്ള ഭാഗത്ത് കടലിന് 11 കിലോമീറ്റർ ആഴമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കടലിൻ്റെ കൂടുതൽ ഭാഗവും എപ്പോഴും കൂരിരുട്ടിലാണ്. ആഴക്കടലിലുള്ള ചില ജീവികൾ സ്വന്തമായി വെളിച്ചം ഉൽപ്പാദിക്കുന്നവരായിട്ടുണ്ട്. അതൊക്കെ കണക്ക് കൂട്ടിയാലും അവിടുത്തെ ഇരുട്ട് മാറ്റാനുള്ള വെളിച്ചമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ തന്നെ ശരീരഭാഗങ്ങളായ കൈകാലുകൾ നമുക്ക് തന്നെ കാണാൻ വേണ്ട വെളിച്ചം അവിടെയില്ല. ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടിച്ചിറക്കുന്ന, ശാസ്ത്രം പറയാൻ വേണ്ടി മാത്രം അടിച്ചിറക്കുന്ന ഒരു ബുക്കാണ്. അതിലെന്താ പറയുന്നത്? നമ്മുടെ ശരീരാവയവങ്ങൾ കാണാൻ പറ്റിയ വെളിച്ചം പോലെ അവിടെ ഇല്ല. ഇത് ആരുടെ പ്രയോഗമാണ്? പരിശുദ്ധ ഖുർആൻ്റെ പ്രയോഗമാണ്. 21-ാം നൂറ്റാണ്ടിൽ, ഇനിയിപ്പോൾ ഒരു 100 നൂറ്റാണ്ടുകൾ പിന്നിട്ട് വന്നാലും ഇതേ രൂപത്തിൽ തന്നെ അന്നും ഖുർആൻ ആളുകൾക്ക് അന്നത്തെ മുഖത്തൽ ഹാലിനോട്, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയോട് യോജിക്കുന്ന ഒരു മുഖാത്തബത്തായിരിക്കും പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആൻ്റെ അമാനുഷികത എന്ന് പറയുന്നത്. നോക്ക്, ഇദ്ദേഹം തന്നെ ഇബ്നു ആശൂർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഫിർഔനുമായി ബന്ധപ്പെട്ട, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഫിർഔനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പറയുന്നുണ്ട്, ആമന്തു ബില്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അവന് മൂസാ നബിയെയും അനുയായികളെയും പിടികൂടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അവസാനം നമുക്കറിയാം, ആ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞതാണ്, ഞാൻ ബനി ഇസ്രായേലിൽ വിശ്വസിച്ചത് അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ പറഞ്ഞു, അൽ ആന, ഇപ്പോൾ വെച്ചിട്ടാണോ വിശ്വസിക്കുന്നത്? അൽ ആന വഖദ് അസൈത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ, ഇതുവരേക്ക് നീ താന്തോന്നിയായി ജീവിച്ച് ധിക്കാരിയായി ജീവിച്ച് ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്?
അപ്പോൾ രക്ഷപ്പെടുത്തണേ എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, അല്ലോമുനുനജീക ബി ബദനിക, നിന്റെ ഭൗതിക ജഡം മാത്രമാണ് നാം രക്ഷപ്പെടുന്നത്. നിന്നെ രക്ഷപ്പെടുത്താൻ ഏതായാലും നമുക്ക് ഉദ്ദേശമില്ല. നിന്റെ ബദൻ, നിന്റെ ഭൗതിക ജഡം ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ്. ലിതകൂന ലിമൻ ഖൽഫക, നിന്റെ പിൻഗാമികൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാവാൻ വേണ്ടി. വൈന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, ഒരുപാട് ആളുകൾ നമ്മുടെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരാണ്. അള്ളാഹു പറയും ഇതൊരു ദൃഷ്ടാന്തമാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തം ഖുർആൻ്റെ ആയത്തുകൊണ്ട് തന്നെ. അവിടെ ഇബ്നു ആശൂർ പറയുന്നത് എന്താണ്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വമിൻ ദഖായിഖിൽ ഖുർആനി, പരിശുദ്ധ ഖുർആൻ്റെ ദഖായിഖാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്, അപ്പോൾ ഇവിടെ എൽമിയായ ഇജാസ് ഉണ്ട്, ശാസ്ത്രീയമായിരിക്കുന്ന ഒരു അമാനുഷികത ഈ ആയത്തിലുണ്ട്. കാരണം ഈ ഫറോമാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതിലൊന്നും പരാമർശിക്കാത്തൊരു കാര്യമാണ്. ഖുർആനിൽ പരാമർശിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഈജിപ്തുകാർക്കും ഇല്ല, അല്ലാത്തവർക്കും ഇല്ല. അതിനെക്കുറിച്ച് ധാരണ വരുന്നത് 1889, അതായത് 18-19 നൂറ്റാണ്ടിലാണ് ഈജിപ്തോളജിയെക്കുറിച്ചിട്ടുള്ള ആയിരിക്കുന്ന വിവരണങ്ങൾ തന്നെ വരുന്നത്. അന്ന് അറിവില്ലാത്ത കാര്യം പരിശുദ്ധ ഖുർആനിൽ അത് ഇജാസ്, എൽമിയ ഇജാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് അതാണ് ആ രൂപത്തിലുള്ള ഒരു വിശദീകരണമായിരിക്കണം നാം നൽകേണ്ടത്. ഇജാസ് എന്ന് പറയുമ്പോൾ മുഖത്തൽ ഹാലിനോട് മുതാബക്കത്ത് വേണം. ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ പറയുന്നതിനോട് അത് യോജിക്കണമെന്ന് പറയുന്നുണ്ട്. നോക്കി, നിങ്ങൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. പരിശുദ്ധ സൂറത്തുൽ അൻആമിൽ പറയുന്നത്, വമൻ യുരിദു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദു അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ലയ്യഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ് സമാ. അല്ലാഹു തആല ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയം അല്ലാഹു തആല ഇൻഷിറാഹ് ചെയ്യുന്നു, വിശാലമാക്കുന്നു. അതവസരത്തിൽ അവനെ വഴിപിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയത്തെ കുടുസുള്ളതാക്കുന്നു. കഅന്നമായ സഅദു ഫിസ് സമാ, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ ഒരു മനസ്സിൻ്റെ ഒരു സങ്കുചിതാവസ്ഥ അവന് അനുഭവപ്പെടുന്നു. ഇത് പഴയ തഫ്സീറിൽ ആലൂസിയിൽ പോലും പറയുന്നത് എന്താണ്? മറ്റുള്ള തഫ്സീർ അങ്ങോട്ട് പറയേണ്ടതില്ല. തഫ്സീർ ആലൂസ് ഏകദേശം അടുത്തൊരു കാലഘട്ടത്തിലുള്ള ഇബ്നു ആശൂറിന് മുമ്പുള്ള തഫ്സീറാണ്. അതിൽ പറയുന്നത് എന്താണ്? ഇവിടെ തശ്ബീഹാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? മുംതനിയായിരിക്കുന്ന, അസാധ്യമായിരിക്കുന്ന ഒരു കാര്യത്തിനോട്ടാണ്. അവിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഏതുപോലെ ആകാശത്തേക്ക് കയറുക എന്നുള്ളത് എന്താണ്? അസാധ്യമായ കാര്യമാണ്. അത് മുംതനി ആദിയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, മുംതനി ആദിയാണ്, ആദിയ ഇംതിന ആണ്. ആദിയ ഇംതിന എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ ആദത്തനുസരിച്ച് കൊണ്ട് ആകാശത്തേക്ക് കയറിപ്പോകാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ ഒരു കാലഘട്ടത്തിൽ ആദിയ മുംതനിയായിരിക്കുന്ന ഒരു കാര്യം പിന്നീട് ആദിയായ മുംകിനാവാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട് ഒരുപാട്. ഇന്ന് നമുക്ക് ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, ഇന്ന് ആകാശത്തേക്ക് കാരണം ഒരു 67-69 മൈൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ശ്വാസം ലഭിക്കുകയില്ല, ഓക്സിജൻ ലഭിക്കുകയില്ല. ബഹിരാകാശ യാത്ര നടത്തുന്ന ആളുകളൊക്കെ ഓക്സിജനുമായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട്? മുകളിലേക്ക് കയറും തോറും അവർക്ക് ഓക്സിജൻ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ആദിയായ മുംകിനായ സംഗതി ഇന്ന് എന്താകുന്നു? ആദിയായ മുംകിനാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ജായിസ്, അതായത് മജാസ് ആണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ ഓതിയായിരിക്കുന്ന സൂറത്ത് നൂറിലെ ആയത്തുകൾ പറയുന്നുണ്ട്, യഗ്ഷാഹു മൗജും മിൻ ഫൗഖി മൗജും മിൻ ഫൗഖി സഹാബ് എന്നുള്ളടത്ത് ആയത്തിൽ എന്താ പറയുന്നത്? അവിടെ മുകളിൽ സമുദ്രാന്തര ഭാഗത്ത് ഒരു തരം തിരമാലയുണ്ട്, അതിൻ്റെ മുകളിൽ മറ്റൊരു തിരമാലകളുണ്ട് എന്ന് പറഞ്ഞതിനെ പല തഫ്സീറുകളിലും പറഞ്ഞതിരിക്കുക എങ്ങനെയാണ്? അത് ഒരു തിരയുടെ പിന്നാലെ വരുന്ന തിര എന്നുള്ള രീതിയിലാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? അവർ ഫൗക്ക് എന്നുള്ളതിനെ അവർ ബാദ് എന്നുള്ളതിന് അർത്ഥം നൽകി. അന്നവിടെ മജാസാക്കാതിരിക്കുക യാതൊരു മാർഗവുമില്ല. എന്തുകൊണ്ട്? അവരുടെ മുന്നിൽ അന്നത്തെ ശാസ്ത്രീയമായിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെട്ട സമയമായിരുന്നില്ല. പിന്നീടാണ് ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി വെളിപ്പെടുന്നത്, അത് സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കതിന് ഹക്കീക്കത്ത് തന്നെ വെക്കണം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഹക്കീക്കത്തായ മജാസായിട്ട് ഉപയോഗിച്ച അതേ പദം തന്നെ അത് മറ്റൊരു കാലഘട്ടത്തിൽ നമുക്ക് ഹക്കീക്കത്തായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഒരേ സമയത്ത് തന്നെ നമുക്കത് ഉപയോഗിക്കാം. തഫ്സീറിൽ അത് പറയുന്നു, ഇബ്നു ആശൂർ പറയുന്നുണ്ട്, ഒരേ ഒരു പദം തന്നെ ഹക്കീക്കത്തായിട്ട് ഉപയോഗിക്കാം, മജാസായിട്ട് രണ്ട് ഇസ്തിമാലും പറ്റും. എന്നാൽ നമ്മൾ പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മുഖത്തുൽ ഹാൽ മാറുന്നതിനനുസരിച്ച് ചില മജാസുകൾ ഹക്കീക്കത്താവും, ചില ഹക്കീക്കത്തുകൾ മജാസായിട്ടും വരാം. അതുപോലെ തന്നെ മുസ്തറക് അലിഫിന്റെ കാര്യം എടുത്താൽ ഇങ്ങനെ തന്നെയാണ്.
ഒരേ കാലഘട്ടത്തിൽ തന്നെ മുസ്തറക്കായ ലഫ്ള് പല അർത്ഥത്തിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ചില കാലഘട്ടത്തിൽ ചിലത് ഉപയോഗിക്കൽ കൂടുതൽ പ്രസക്തിയുള്ളതാവും തെർജ്ജുണ്ടാവും. ഇങ്ങനത്തൊക്കെ എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും സംസ്കാരവും അവരുടെ ലോക വിവരങ്ങളും പൊതുബോധങ്ങളും ശാസ്ത്രീയ വിജ്ഞാനങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനും ഇതാണ് മഹാനായ ഇബ്നു ആശൂർ തങ്ങൾ ഊന്നൽ നൽകുന്നത്. പരിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യേണ്ടത് അതിൻ്റെ ബലാഗയിൽ ഊന്നി നിന്നുകൊണ്ടാണ്. ആ ബലാഗയാണ് ഏറ്റവും പ്രധാനം. പിന്നീട് ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഇതുമായി തുറന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒരു സൂചന മാത്രമാണ് ഇത് സംബന്ധിച്ച് നൽകിയത്. നമുക്കൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല രസകരമായിരിക്കും തഫ്സീർ. അതിനെന്ത് ചെയ്യണം? നമുക്ക് ഇൽമുൽ മാനി നല്ലതുപോലെ മനസ്സിലാക്കണം. ഇൽമുൽ മാനിയും ഇൽ ബയാനും ഇൽമുൽ ബദി, അതായത് ബലാഗ നല്ലതുപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ തഫ്സീർ നോക്കാൻ കഴിയുള്ളൂ, തഫ്സീർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിനൊക്കെ തന്നെ നമ്മൾ തയ്യാറെടുക്കണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.